മനുഷ്യന്റെ ചിരിയെപ്പറ്റിയും അതിനെക്കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങളെപ്പറ്റിയും ഇന്ന് നമുക്ക് അല്പം ചിന്തിക്കാം. ആദ്യമേ പറയട്ടെ, ചിരിയെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും ചിരിച്ച് തള്ളിക്കളയാനുള്ളതല്ല. ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്ന ആശയം ആദ്യം പറഞ്ഞത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവായിരുന്നു. അദ്ദേഹം ബൈബിളിലെ സുഭാഷിതങ്ങളിൽ എഴുതി, എ മെറി ഹാർട്ട് ഈസ് ഗുഡ് മെഡിസിൻ ബട്ട് എ ബ്രോക്കൺ സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്. ഈ ലോകത്തില് ജീവിച്ചിട്ടുള്ള മഹാന്മാരിൽ അധികവും ഉറക്കെ ചിരിക്കുന്നവരായിരുന്നു. എന്നാൽ ഹിറ്റ്ലർ, മുസോളിനി പോലെയുള്ള നിഷ്ഠുരരായ ഏകാധിപതികൾ അധികം ചിരിക്കാത്തവരുമായിരുന്നു. മഹാത്മാഗാന്ധി തന്റെ ജീവിതത്തിന്റെ സായാഹ്ന സന്ധ്യകളിൽ പോലും ഫലിതം പറയുകയും നല്ല ഫലിതം കേട്ടാൽ തന്റെ പല്ലില്ലാത്ത മോണ കാട്ടി ഉറക്കെ ചിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു ചിരിക്കുമായിരുന്നോ? ക്രിസ്തു ചിരിക്കുന്ന പടമൊന്നും നമുക്കില്ലെങ്കിലും അദ്ദേഹവും ചിരിക്കുമായിരുന്നു എന്ന് തന്നെയാണ് എന്റെ ദൃഢമായ വിശ്വാസം. പരീശന്മാരോട് നിങ്ങളുടെ അരിപ്പയിലൂടെ ഒരു ചെറിയ ഈച്ച ചോർന്നു പോയാൽ നിങ്ങളതറിയും, എന്നാൽ ഒരു വലിയ ഒട്ടകം ചോർന്നു പോയാൽ അറിയില്ലെന്ന് പറയുമ്പോൾ യേശുവും അത് കേട്ടിരുന്നവരും ഒരുപോലെ ചിരിച്ചിരുന്നിരിക്കണം. എല്ലാ തവണയും പള്ളിയിൽ പോകുമ്പോൾ ദുഃഖവെള്ളിയാഴ്ച കയ്പ് നീരി ചുറുക്കാ കുടിച്ച ശേഷം എന്ന പോലെ മുഖം വീർപ്പിച്ച് മ്ലാനവതരായി നിൽക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മർത്തോമാ സഭയിലെ ക്രിസോസ്റ്റം തിരുമേനിയും ഓർത്തഡോക്സ് സഭയിലെ മക്കാറിയോസ് തിരുമേനിയും കത്തോലിക്ക സഭയിലെ കാർഡിനൽ പടിയറ പിതാവ് തുടങ്ങിയവരും ദൈവം തങ്ങളെ ചിരിപ്പിക്കാനും ചിരിയിലൂടെ മനുഷ്യരെ ചിന്തിപ്പിക്കാനും അനുവദിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്നവരാണ്. അവരോടൊപ്പം ചിലപ്പോഴെല്ലാം വേദികൾ പങ്കിടാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള എനിക്ക് അവരുടെ സാരോപദേശം നിറഞ്ഞ ഫലിതോപദേശങ്ങൾ ഇന്നും മനസ്സിൽ കുളിർമയോടെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഇപ്പോഴോർക്കാൻ കാരണം ബാൾട്ടിമോറിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് മെറിലൻഡിലെ ഒരു സംഘം കാർഡിയോളജിസ്റ്റ് നടത്തിയ ഗവേഷണ പഠനം വായിച്ചപ്പോഴാണ്. അവരുടെ ഗവേഷണ പഠനം കാണിക്കുന്നത് കൂടുതൽ ചിരിക്കുവാൻ കഴിയുന്നവരിൽ ചിരിക്കാത്തവരെക്കാള് ഹാർട്ട് അറ്റാക്ക് 40% കുറഞ്ഞിരിക്കുന്നുവെന്നാണ്. ഈ പഠനത്തിന് നേതൃത്വം വഹിച്ച ചീഫ് കാർഡിയോളജിസ്റ്റിന്റെ അഭിപ്രായത്തില് ചിരിക്കുന്നവരില് ഹൃദയത്തിലെ രക്തധമനികളുടെ അകത്തുള്ള എൻഡോത്തീലിയത്തില് ഇൻഫ്ലമേഷൻ കുറഞ്ഞിരിക്കുന്നതിനാല് കൊളസ്ട്രോൾ പ്ലേക്ക് ഡെപ്പോസിറ്റ് കുറയുന്നുവെന്നാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് കാലിഫോർണിയയിലെ നോർമൽ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിലും ഇതുപോലൊരു പഠനം നടന്നിട്ടുണ്ട്. അവിടുത്തെ പഠനം കാണിച്ചത് ചിരിക്കുന്നവരില് ബ്ലഡ് പ്രഷർ കുറഞ്ഞിരിക്കുന്നു, ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു, ചിരിക്കുന്നവരില് രോഗാണുക്കളെ പ്രതിരോധിക്കുന്ന T സെൽസിന്റെ എണ്ണം താരതമ്യേന കൂടുതലാണ്. അതുപോലെ ചിരിക്കുന്നത് വഴി സ്ട്രെസ് ഹാർമോണുകളായ നോറെപ്പിനെഫ്രിന്റെയും കോർട്ടിസോളിന്റെയും അളവും കുറയുന്നതായി കാണുന്നു എന്നാണ്. ഇതെല്ലാം കാണിക്കുന്നത് നമുക്ക് ചിരിക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ സഹായിക്കും എന്ന് തന്നെയാണ്. എന്നാൽ പലതരം ചിരികളുണ്ടല്ലോ. പൊട്ടിച്ചിരി, പൊള്ളച്ചിരി, പുഞ്ചിരി, വെടലച്ചിരി, കള്ളച്ചിരി തുടങ്ങി കൊലച്ചിരി വരെ. എല്ലാ ചിരികളും നമ്മളെ സഹായിക്കുമോ? എല്ലാ ചിരികളും ഒരുപോലെ സഹായിക്കുകയില്ലേ എന്ന് വേണം കരുതാൻ. 1970കളുടെ അവസാനത്തില് ചിക്കാഗോയിലെ ഒരു സീനിയർ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കഥ ഇപ്പോഴോർമ്മയിൽ വരുന്നു. ടെലിവിഷനിൽ ചിരിയുടെ ഒരു മൊത്ത വ്യാപാരിയായിരുന്നല്ലോ റെഡ് ഫോക്സ് എന്ന നടന്. പലരും ഓർക്കുന്നുണ്ടാകും. ടെലിവിഷൻ അമേരിക്കയിൽ വ്യാപകമാകുന്നതിന് മുമ്പ് 1950ലും 1960കളിലും
റേഡിയോയിൽ കൂടിയാണ് അമേരിക്കയില് റെഡ് ഫോക്സിനെ കേട്ട് അമേരിക്കക്കാർ ചിരിക്കാൻ തുടങ്ങിയത്. റേഡിയോയിൽ കൂടി ആയിരുന്നതിനാൽ അക്കാലത്ത് അമേരിക്കക്കാർക്ക് റെഡ് ഫോക്സിനെ പറ്റി മുഖപരിചയമില്ലായിരുന്നു. റെഡ് ഫോക്സിന്റെ യഥാർത്ഥ പേര് വില്യം സാൻഫോർഡ് എന്നായിരുന്നു. നമ്മുടെ അബ്ദുൽ ഖാദർ പ്രേം നസീർ ആയതുപോലെ, മുഹമ്മദ് കുട്ടി മമ്മൂട്ടി ആയതുപോലെ വില്യം സാൻഫോർഡ് റെഡ് ഫോക്സ് ആയി എന്ന് പേര് സ്വീകരിച്ചു. ഒരിക്കൽ റെഡ് ഫോക്സ് എന്ന വില്യം സാൻഫോർഡ് എന്ന യഥാർത്ഥ പേരിൽ തന്നെ നമ്മുടെ ഡോക്ടറെ കാണുവാനെത്തി. രോഗിയുടെ കംപ്ലൈൻസ് ഉറങ്ങാൻ പറ്റുന്നില്ല, എപ്പോഴും ടെൻഷനും മനോവ്യഥയും ആണ് എന്നൊക്കെയായിരുന്നു. രോഗവിവരങ്ങളെല്ലാം കേട്ട ശേഷം നമ്മുടെ ഡോക്ടർ ഒരു നേർപിൽസ് കുടിച്ചു കൊടുത്തു. കൂട്ടത്തില് രോഗിയെ ഉപദേശിക്കുകയും ചെയ്യും, സമയം ലഭിക്കുമ്പോഴെല്ലാം ആ റേഡിയോയിൽ കൂടി റെഡ് ഫോക്സിന്റെ കോമഡി ഒന്ന് കേട്ട് ചിരിക്കാൻ ശ്രമിക്കണം, അത് ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുമെന്ന്. രോഗി പറഞ്ഞു, ഡോക്ടർ, ആ റെഡ് ഫോക്സ് തന്നെയാണ് രോഗിയായി അങ്ങയുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്ന ഞാനെന്ന്. മറ്റേത് ചിരിയേക്കാളും ഹൃദയം തുറന്നുള്ള ചിരിയായിരിക്കും ഹൃദയത്തിന് പ്രയോജനപ്പെടുന്നത്. വരും കാലങ്ങളില് ഡോക്ടർമാര് രോഗികൾക്ക് സാച്ചുറേറ്റഡ് ഫാറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങളും എക്സസൈസും എല്ലാം ഉപദേശിക്കുന്നതോടൊപ്പം ചിരിയും പ്രിസ്ക്രൈബ് ചെയ്ത് കൂടുന്നില്ല. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.